പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നൽകിയ മിന്നലാക്രമണത്തിൽ 17 ഭീകരർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേര് നൽകിയിരിക്കുന്ന ഇന്ത്യയുടെ കര, നാവിക, വ്യോമ സേനകൾ ഒന്നിച്ചുള്ള സംയുക്ത നീക്കത്തിലൂടെ പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. തിരിച്ചടിക്കാനായി ഇന്ത്യ തെരഞ്ഞെടുത്തത് ഭീകര കേന്ദ്രങ്ങൾ തിങ്ങി നിൽക്കുന്ന 9 പ്രദേശങ്ങളാണ്. ബഹവൽപൂർ, കോട്ട്ലി, മുരുദ്കെ, മുസാഫറാബാദ് എന്നിവിടങ്ങൾ അടക്കമുള്ള ഭീകര കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. ബുധനാഴ്ച പുലർച്ചെ 1:44ഓടെയാണ് ക്രൂസ് മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകര താവളങ്ങൾ ആക്രമിച്ചതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ലെന്നും ഭീകര കേന്ദ്രങ്ങളെ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും ഇന്ത്യ എക്സിലൂടെ അറിയിച്ചു. എന്തുകൊണ്ട് ഇന്ത്യ തിരിച്ചടിക്കാനായി ബഹവൽപൂർ തെരഞ്ഞെടുത്തു? ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടിക്കാനായി ഇന്ത്യ ലക്ഷ്യം വെച്ച പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് ബഹവൽപൂർ. മസൂദ് അസറിന്റെ നേതൃത്വത്തിലുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമാണ് പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹവൽപൂർ. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ 12ാമത്തെ നഗരമാണ് ബഹവൽപൂർ. ലാഹോറിൽ നിന്ന് 400 കിലോമീറ്റർ മാറിയാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ജാമിയ മസ്ജിദ് സുഹ്ബാൻ അല്ലാഹ് ക്യാമ്പസാണ് ജെയ്ഷെ ഗ്രൂപ്പിന്റെ പ്രവർത്തന കേന്ദ്രം. ഉസ്മാൻ ഒ അലി ക്യാമ്പസ് എന്നുകൂടി അറിയപ്പെടുന്ന കേന്ദ്രമാണിത്. ജെയ്ഷെ റിക്രൂട്ട്മെന്റ് അടക്കം പ്രബോധന പരിശീലന പരിപാടികളും ഫണ്ട് റൈസിംഗിലും ഉൾപ്പെടെ പാകിസ്ഥാന്റെ പ്രധാന പ്രവർത്തനങ്ങൾ നടക്കുന്ന കേന്ദ്രമാണിത്. ഏകദേശം 18 ഏക്കറോളം നീണ്ടുകിടക്കുന്ന ഈ പ്രദേശം ഏറ്റവും സുരക്ഷിത കേന്ദ്രമായി ഭീകരർ കരുതിവരുന്നു. പള്ളിയും സെമിനാരിയും ഉൾപ്പെടെ ചേർന്ന് കിടക്കുന്ന കേന്ദ്രമാണിത്. പ്രത്യേക രീതിയിലാണ് ഈ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു പള്ളിയും 600ഓളം ട്രെയിനികൾക്ക് പരിശീലനം നൽകാൻ ഉതകുന്നതുമായ മദ്രസയും ഈ കോംപ്ലക്സിലുണ്ട്. ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകനായ മൗലാന മസൂദ് അസർ ജനിച്ചതും വളർന്നതും ഈ സുരക്ഷാ കവചങ്ങൾക്കുള്ളിലാണ്. പാകിസ്ഥാൻ 31 കോർപ്സ് ആർമി കന്റോൺമെന്റിൽ നിന്നും മൈലുകൾ മാത്രം അകലത്തിലാണ് ഈ ഭീകര കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ജെയ്ഷെയുടെ സുഹൃത്ത് സംഘടനയായ അൽ റഹ്മത്ത് ട്രസ്റ്റ് വഴിയാണ് ജാമിയ മസ്ജിദിലേക്ക് ഫണ്ടെത്തുന്നത്. അതേസമയം വിവിധ കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു. ഇന്ത്യയുടെ താൽക്കാലിക സന്തോഷത്തിന് ശാശ്വത ദുഃഖം വരുമെന്ന് പാകിസ്ഥാന്റെ മുന്നറിയിപ്പുമുണ്ട്. ഇന്ത്യയുടെ തിരിച്ചടിക്ക് പിന്നാലെ നിയന്ത്രണ രേഖയിൽ പാക് വെടിവെപ്പുണ്ടായി. ആക്രമണത്തിൽ 12 ഭീകരർ കൊല്ലപ്പെട്ടതായാണ് പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നത്. 55 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയുടെ തിരിച്ചടിയിൽ ഭാരത് മാതാ കി ജയ് എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എക്സിൽ കുറിച്ചു. മറ്റു കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഓപ്പറേഷൻ സിന്ദൂർ എക്സിൽ പങ്കുവച്ചു. നീതി നടപ്പാക്കിയതായും കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുമെന്നുമാണ് സൈന്യം സമൂഹമാധ്യമത്തിൽ കുറിച്ചത്. ഇന്ത്യൻ മണ്ണിലെ ഭീകരരുടെ ക്രൂരതയ്ക്ക് മറുപടി നൽകിയപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേര് സ്ഥിരീകരിച്ചതിലും വൈകാരികമായ അർത്ഥമാണുള്ളത്. ഏപ്രിൽ 22-നായിരുന്നു ഭീകരാക്രമണം. വിവാഹിതരായവരെ തെരഞ്ഞുപിടിച്ചാണ് ഭീകരർ അന്ന് കൊന്നൊടുക്കിയത്. ഇതുതന്നെയാണ് ആ നാമത്തിലൂടെയും പ്രതിധ്വനിക്കുന്നത്. സിന്ദൂർ അഥവാ സിന്ദൂരം പരമ്പരാഗതമായി വിവാഹിതരായ ഹിന്ദു സ്ത്രീകൾ വിവാഹിതരായതിനു ശേഷം നെറുകയിൽ ചാർത്തുന്നതാണ്. അന്ന് പഹൽഗാം മണ്ണിൽ വിവാഹിതരായ പല സ്ത്രീകളും വിധവകളായി മാറി. ആ കണ്ണീരിന് മറുപടിയാണ് ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത്.